ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മള് എല്ലാവരും എല്ലാ ദിവസവും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാ നമ്മൾ എന്നും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. നമ്മൾ പേഴ്സണൽ പ്രെയർ ആണെങ്കിലും നമ്മള് കൂട്ടപ്രാർത്ഥനയാണെങ്കിലും ഏതാണെങ്കിലും ഓരോ വ്യക്തികളും അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയും അത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ അതെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ വന്ന് ഞാൻ ഇരിക്കുന്നത്. അല്ലേ? കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നാല് അതിൽ നിന്ന് പ്രതിഫലം ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മളപ്പം ദൈവസന്നിധിയില് ഒന്നും അറിയത്തില്ല. ഇപ്പൊ ഞങ്ങളുടെ യുഗമൊക്കെ ഒന്നും അവർക്ക് അറിയുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാലും വന്ന് ദൈവവചനം കേൾക്കാൻ വേണ്ടി അവൾ വന്നിരിക്കുന്നു. അല്ലേ? അപ്പം ദൈവരാജ്യത്തിന് ഭാഷകളൊന്നും വേണ്ട. ദൈവരാജ്യത്തിന് ഇന്ന കാര്യങ്ങൾ പറയുന്നതും എടുക്കുന്നതും അറിയണമെന്നൊന്നുമില്ല. അതാ നമ്മൾ പറയുന്നത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാൽ അത്രേ എല്ലാം നടക്കുന്നത്. കർത്താവിന്റെ രാജ്യത്തിനകത്ത് ഭാഷയും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും എഴുതാനും വായിക്കാനും ഒന്നും അറിയണമെന്നൊന്നുമില്ല. യേശുവിന്റെ കൂടെ പറ്റിയിരുന്നാൽ മാത്രം മതി. സ്തോത്രം, ഹാലലൂയ, കർത്താവിന് മഹത്വം. ഇത് അറിഞ്ഞവര് ഭാഗ്യവാന്മാര്. ഹാലലൂയ. ദൈവരാജ്യത്തിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചു, ദൈവരാജ്യം എല്ലാത്തിനെക്കാട്ടിലും ഉപരി ദൈവരാജ്യത്തിനെ അന്വേഷിക്കുന്നതും ദൈവരാജ്യത്തിനെ കണ്ടെത്തുന്നതും. അങ്ങനെയെങ്കിൽ നമ്മുടെ മേൽ സകലതും ചേർക്കപ്പെടും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ എന്നിരിക്കുമ്പോൾ ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 38 തൊട്ടുള്ള വാക്യത്തിനകത്ത് മാർത്തയും മറിയയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം മാർത്തയും മറിയയും തമ്മില്, മാർത്ത അവള് കൊള്ളാത്തവളൊന്നും അല്ലായിരുന്നു. മാർത്ത കൊള്ളുന്ന ഒരു സ്ത്രീ തന്നെയാ. അവള് നമ്മളെ പോലൊക്കെയുള്ള ഭയങ്കര ഒരു വീട്ടിലൊരു ഗസ്റ്റ് വന്നാല് അവർക്ക് വേണ്ടി തുരുതുരാന്നെല്ലാം ചെയ്ത് നടക്കണമെന്ന് ആഗ്രഹമുള്ളവള് തന്നെയാ. നമ്മളെ പോലെ തന്നെ, നമ്മളുടെ വ്യത്യസ്തമായ ഒന്നുമില്ല. നമുക്ക് അവളെ നോക്കിയിട്ട് പറയാൻ കൊള്ളത്തില്ല, പറയാൻ പറ്റത്തില്ല, എന്നാലും ഇവൾ ഇങ്ങനെയാണല്ലോ എന്ന് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. അവൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. മാർത്ത ഒരു വീട്ടിലൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ ആ ഗസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ആ ഗസ്റ്റിനെ വളരെ നല്ലതായിട്ട് സൽക്കരിച്ച് അവര് പോകുമ്പം ഇവരുടെ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നല്ലോ എന്ന് ഓർക്കണം. അങ്ങനെ അത്ര വിധത്തില് കരുതുന്ന ഒരു സ്ത്രീയായിരുന്നു. അതിലും ഉപരി അവളുടെ മനസ്സിലൂടെ പോയ ചിന്ത ഞാൻ പറയാം. അവളുടെ മനസ്സിൽ പോയ ചിന്ത ഇതാ: അയ്യോ, ഞങ്ങളുടെ വീടിനെ വിടുവിച്ച് യേശു കർത്താവാ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. ഈ യേശുവിന് എന്തൊക്കെ കൊടുത്താ മതിയാവും. നാട്ടിലൊരു ചൊല്ലില്ലേ, വയറ്റി വെക്കണോന്നറിയത്തില്ല, തലേ വെക്കണോന്നറിയത്തില്ല, അങ്ങനെ ഭയങ്കര അധികം യേശു വരുന്നത് കാരണം വീട്ടിനകത്തുള്ള സകലതും എടുത്തു വെച്ച് ആ നാട്ടിലുള്ള സകലരെയും ക്ഷണിച്ച് എന്തുമാത്രം അടുക്കളയിൽ നിന്ന് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ടാക്കി അത്ര സൽക്കാരം കൊടുക്കണം എന്നുള്ള ചിന്തയുള്ളവളായിരുന്നു. അവളുടെ ചിന്തയ്ക്കകത്ത് ഒരു കുഴപ്പവുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ സൽക്കരിക്കുന്നതും അധികം അവള് സൽക്കരിച്ചു കാണും. പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. നമുക്ക് ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് നമ്പേഴ്സ് 38-42. ലൂക്ക 10:38 തൊട്ട് 42 വരെയുള്ള വാക്യങ്ങളാ നമ്മൾ ഇന്നൊന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പം യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന, as Jesus and the disciples continued on their way to Jerusalem, they came to a certain village where a woman named Martha welcomed him into her home. Her sister Mary sat at the Lord's feet listening to what he taught. But Martha was distracted by the big dinner she was preparing. She came to Jesus and said, Lord, doesn't it seem unfair to you that my sister just sits here while I do all the work? Tell her to come and help me. Verse number 41-42. But the Lord said to her, my dear Martha, you are worried and upset over all these details. There is only one thing worth being concerned about. Mary has discovered it, and it will not be taken away from her. Hallelujah. അതാണ്ട് വചനം അവിടെ പറയുന്ന ഒരു പട്ടണത്തില്, ഒരു വില്ലേജില്, അല്ലെ, ഒരു പട്ടണമല്ലല്ലോ, ഒരു ഗ്രാമത്തില്, അല്ലെ,
ഒരു ഗ്രാമത്തിലൂടെ യേശു കടന്നു പോയപ്പോ ആ ഗ്രാമത്തില് മാർത്ത എന്ന് പറഞ്ഞ സ്ത്രീ അവളുടെ ഭവനത്തിനകത്തേക്ക് യേശുവിനെ ക്ഷണിച്ചു. കണ്ട, ആ വീട് പോലും മാർത്തയുടെ ഭവനം എന്നാ പറയുന്നത്. ലാസറസും മറിയം ഒക്കെ ഉണ്ടായിട്ടും മാർത്തയ്ക്ക് ദൈവം എത്ര അധികം ബഹുമാനം കൊടുത്തിരിക്കുന്നു. മാർത്തയുടെ ഭവനം എന്ന് പറഞ്ഞ മാർത്തയുടെ ഭവനത്തിനകത്തേക്ക് യേശു കർത്താവിനെ സ്വാഗതം ചെയ്തു. എന്നിട്ട് പറയുന്നു, മാർത്ത സ്വാഗതം ചെയ്തെങ്കിലും മരിയ യേശു കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് മരിയ കർത്താവ് പറയുന്ന എല്ലാം ശ്രദ്ധിക്കുന്നു. 40-ാമത്തെ വാക്യത്തിനകത്ത് മാർത്തയുടെ സ്വഭാവം പറയുന്നു മാർത്ത വീട്ടില് യേശുവിനെ ക്ഷണിച്ചിട്ടും മാർത്ത വീട്ടില് യേശുവിന് വേണ്ടി നല്ല ആഹാരം ഉണ്ടാക്കുമായിരുന്നു. അതിനകത്തൊരു കുഴപ്പവും ഇല്ല. പക്ഷെ വാക്യം അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഷീ വാസ് ഡിസ്ട്രാക്റ്റഡ്. കണ്ട, 41 വായിച്ച്. മാർത്തയോ വിവിധ ജോലികളാൽ കുഴങ്ങിയിട്ട് അല്ലെ, വിവിധ ജോലികളാൽ കുഴങ്ങിയിട്ട്. ഹല്ലേലൂയ. അവള് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. അപ്പൊ അവള് യേശുവിനെ വിളിച്ചെങ്കിലും അവള് പല കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന എനിക്കറിയാം. എന്നോട് ചോദിച്ചാൽ എനിക്കും അറിയാം. കുറേ ജോലികൾ കിടപ്പുണ്ടെങ്കിൽ എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ആദ്യത്തേതും മറക്കും, ഇടയ്ക്കത്തേതും മറക്കും. ഇങ്ങനെ ഭയങ്കര ഡിസ്ട്രാക്ട് എന്ന് വെച്ചാൽ മനസ്സിനകത്ത് ആ ജോലി തീർക്കണ്ടേ, അത് കാരണം ഉള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അവളും അതേ അവസ്ഥയിലായിരുന്നു. അവള് ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അവൾ യേശുവിനെ ക്ഷണിച്ചിട്ട് ഹല്ലേലൂയ, യേശുവിന്റെ അടുക്കൽ ചെന്നൊന്ന് യേശുവിനെ എന്ത് വേണം കർത്താവേ, എന്തെങ്കിലും വേണോ, അതും ഇതൊന്നും അല്ല ചെയ്യുന്നത്. അവള് രാത്രിയിൽ വരുമ്പോ ആൾക്കാരെല്ലാം വരുമ്പോ അവളുടെ വീട് കാണണം, അവളുടെ ആഹാരം കണ്ട് ആൾക്കാർ ആസ്വദിക്കണം, ഇതൊക്കെ അവളുടെ അകത്ത് കിടപ്പാണ്. അവൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. നമ്മുടെ ജീവിതത്തിനകത്തും ഒക്കെ പല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യമായിരിക്കും നമ്മുടെ മനസ്സിനകത്ത്, അല്ലെ? പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോഴും കർത്താവിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥനയല്ല ഫോക്കസ് ചെയ്യുന്നത്. ഈ നടക്കാൻ പോകുന്ന കാര്യം, ചടങ്ങ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിനകത്തോട് ഓടുന്നത്. അവളുടെ മനസ്സിനകത്തും അതാ ഓടിയത്. ഇന്ന് ഹല്ലേലൂയ, യേശു കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ മനസ്സിനകത്ത് യേശു ആണോ നിറഞ്ഞു നിൽക്കുന്നേ? നമ്മുടെ പ്രാർത്ഥന ജീവിതമാണോ നിറഞ്ഞു നിൽക്കുന്നത്? നമ്മൾ ഹല്ലേലൂയായും സ്തോത്രം പറയുന്നുണ്ട്, പക്ഷെ ഹല്ലേലൂയായും സ്തോത്രമാണോ നിറഞ്ഞു നിൽക്കുന്നത്? അതോ നമ്മളുടെ അവസ്ഥകളാണോ നിറഞ്ഞു നിൽക്കുന്നത്? പലവരും ഞായറാഴ്ച ഒരു ദിവസമായിരിക്കും ആരാധനയ്ക്ക് പോകുന്നത്. പക്ഷെ ആ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമ്പോൾ ഹല്ലേലൂയ, പുറമെ സ്തോത്രവും കയ്യടിയും ഒക്കെ ഉണ്ട്, പക്ഷെ മനസ്സിനകത്തൂടെ കടന്നു പോകുന്ന ചിന്ത ഇനിയും വരാൻ പോകുന്ന വിഷയങ്ങളാണോ, എന്തുവാണ് എന്നൊന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആർ വി ഡിസ്ട്രാക്റ്റഡ്? നമ്മൾ എന്താ വാക്യം, കൊഴിഞ്ഞ് ഇരിക്കുവാണോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ റൂമിനകത്ത് കയറി ഇരിക്കും, പക്ഷെ ശ്രദ്ധയൊന്നും കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ആ ബൈബിൾ വായനയ്ക്കകത്തോ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കകത്തോ സ്തോത്രവും സ്തുതിയും ഒക്കെ നാവും കൊണ്ട് ജൽപ്പനം പോലെ പറയുന്നുണ്ട്, പക്ഷെ ചിന്തയൊക്കെ കാട് കയറി എവിടെയോ പോയിട്ടുണ്ട്. ഇന്ന് അങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടോ? അതേപോലെ ആയിരുന്നു മാർത്തയും. ഹല്ലേലൂയ. ഷീ വാസ് ഡിസ്ട്രാക്റ്റഡ്. ഹല്ലേലൂയ. അവള് കൊഴിഞ്ഞ് ഇരിക്കുവായിരുന്നു. വീട്ടിനകത്തെ കാര്യങ്ങള് ചെയ്യാൻ പോകുന്നതിനെ ഓർത്ത് കൊഴിഞ്ഞിരിക്കുവായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മള് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് കൊടുക്കണം. കർത്താവിനെ ആരാധിക്കാൻ നമ്മൾ കൂടുമ്പോ, സ്തോത്രം പ്രാർത്ഥിക്കാൻ കൂടുമ്പോ നമ്മളൊരു 10 മിനിറ്റ് ആയിരിക്കും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. പക്ഷെ ആ 10 മിനിറ്റ് നമ്മൾ 3 മണിക്കൂറൊന്നും ഇരിക്കാൻ പറ്റി കാണത്തില്ല. 10 മിനിറ്റ് ആയിരിക്കും ഇരിക്കുന്നത്. ചില ദിവസങ്ങളിൽ അങ്ങനെയായിരിക്കും. ആ 10 മിനിറ്റ് കൊടുക്കുന്നത് ഇറ്റ് ഷുഡ് ബി പവർ പാക്ഡ്. ഹല്ലേലൂയ. അത് വളരെ നിറഞ്ഞ 10 മിനിറ്റ് ആയിരിക്കണം. 10 മിനിറ്റ് 3 മണിക്കൂറിന്റെ ഗുണം ചില ദിവസങ്ങളിൽ ചെയ്യും. പക്ഷെ ഇവൾക്കത് പറ്റിയില്ല. ഇവള്, എനിക്ക് തോന്നുന്നു മാർത്ത ഒരു കസേരയിൽ ചെന്ന് കർത്താവിനോട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനിരുന്ന, അല്ലെങ്കിൽ അവളുടെ പഴയ നിയമ പുസ്തകത്തിനകത്തൊക്കെ അവിടെ നിന്നത്, അതുപോലും വായിക്കാൻ എടുത്തിരുന്നെങ്കിൽ അവൾക്കത് പറ്റത്തില്ല. എന്നുവെച്ചാൽ അവളുടെ മനസ്സ് മൊത്തം അടുക്കളയ്ക്കകത്തും വീട്ടിനകത്തും കിടക്കുക. അല്ല, എനിക്ക് തോന്നുന്നു ഇന്ന് ഇത് പറയുമ്പോൾ പലവർക്കും ഇത് ശരിയാ, ഇത് എന്റെ അവസ്ഥയാ എന്ന് പറയാൻ സാധിക്കുന്നവർ അനേകര് കാണും. ഹല്ലേലൂയ. ഷീ വാസ് ഡിസ്ട്രാക്റ്റഡ്. അവൾ എന്നിട്ട് ഒരുപക്ഷെ അവള് 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ ഇരുന്നാലും അല്ലെങ്കിൽ ഒന്ന് വചനം വായിക്കാൻ ഇരുന്നാലും അവൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് പിന്നെ അവള് കുറ്റബോധം കൊണ്ട് നടക്കുമായിരുന്നായിരിക്കും. അവൾ ഓർക്കും, ഉയ്യോ, ഞാൻ ഇരുന്നിട്ട് എനിക്ക് ഒന്നും പറ്റിയില്ലല്ലോ, എനിക്ക് പ്രാർത്ഥിക്കാനും ഒന്നും പറ്റിയില്ല, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ. അവൾ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. ആ ഡിസ്ട്രാക്ഷൻ കൊണ്ടിടുന്ന ആ ഫോഴ്സിനോട്, ആ ശക്തിയോട് ഇന്ന്
പ്രാർത്ഥനയിൽ ജയമെടുക്കണം. ഇന്ന് കർത്താവിനോട് പറയാം, കർത്താവെ, ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തയെ, അതിനെ വേർതിരിപ്പിക്കുന്ന വണ്ണമുള്ള ആ ശക്തി യേശുവിന്റെ നാമത്തിൽ മുട്ടുമടങ്ങി മാറാൻ പറയണം. ഇന്ന് അങ്ങനെയൊക്കെ ആ ഡിസ്ട്രാക്ഷൻ വരുമ്പോൾ സ്തോത്രം പറയണം, സ്തുതി പറയണം. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ കേട്ടു എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കി, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ്. ഇവളുടെ ജീവിതത്തിനകത്ത് അതില്ലായിരുന്നു. മാർത്തയുടെ ജീവിതത്തിനകത്ത് അതില്ലായിരുന്നു. രണ്ട്, അവള് ദൈവസന്നിധിയിൽ ഇരിക്കാൻ അവൾക്ക് സമയവുമില്ലായിരുന്നു. അഥവാ അവൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൾ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. അവളെ കുറിച്ച് അങ്ങനെയാ വചനം എഴുതി വെച്ചിരിക്കുന്നത്, ബട്ട് മാർത്ത വാസ് ഡിസ്ട്രാക്റ്റഡ്. ഇന്ന് ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ സകല ഡിസ്ട്രാക്ഷൻസ് കൊണ്ടിരുന്ന സകല ഫോഴ്സസ് യേശുവിന്റെ നാമത്തിൽ പിന്മാറി പോകട്ടെ. വിളിച്ചു പറയണം, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഏക ചിന്തയോടെ എൻ്റെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ കാട് കയറി വരുന്ന ചിന്തകൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അത് മുട്ടുമടങ്ങി മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ലെറ്റ് ഓൾ ഡിസ്ട്രാക്ഷൻസ് ഫ്ലീ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. സകല ഡിസ്ട്രാക്ഷൻസ് കൊണ്ടിരുന്ന ഫോഴ്സസും യേശുവിന്റെ നാമത്തിൽ പിന്മാറി പോകട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് ഷി വാസ് ഡിസ്ട്രാക്റ്റഡ്. അപ്പൊ അവള് എന്തുകൊണ്ടാ? ഒരു കാര്യം കൊണ്ട്, ബിഗ് ഡിന്നർ. ഷി വാസ് ഡിസ്ട്രാക്റ്റഡ് ബൈ ദ ബിഗ് ഡിന്നർ. ഏതോ ഒരു നടക്കാൻ പോകുന്ന ആ സദ്യയെക്കുറിച്ച് ഓർത്ത് അവള് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. ഇന്ന് ജീവിതത്തിനകത്തൊക്കെ പല നടക്കാൻ പോകുന്നു. ചിലപ്പോൾ ഒരു നല്ലൊരു ഫംഗ്ഷൻ നടക്കാൻ പോവായിരിക്കും, അതിനെ ഓർത്തായിരിക്കും ശ്രദ്ധിക്കാൻ പറ്റാത്തത്. മക്കളുടെ എക്സാം ആയിരിക്കും, അപ്പൊ ആ മക്കളുടെ എക്സാം ഇങ്ങനെ ഓർത്ത് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു ജോലിക്ക് കയറാൻ പോകുമായിരിക്കും, അപ്പൊ ആ ജോലിയെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ ഈ ചിന്തകളായിരിക്കും ഇങ്ങനെ മനസ്സിൽ കൂടെ പോകുന്നത്. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിനെ എങ്ങനെയാ ആരാധിക്കേണ്ടത്? പൂർണ്ണ ബലത്തോടെയും പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ ആത്മാവോടെയും, അല്ലെ? ദൈവത്തിനെ ആരാധിക്കേണ്ടത് അങ്ങനെയാ, പൂർണ്ണതയിൽ നിന്ന് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങനെ ആരാധിക്കാൻ പറ്റാതെ പോയത് കാരണം ഇനി കുറ്റബോധം കൊണ്ട് നടക്കാനല്ല, പക്ഷെ സകല ചിന്തകളെയും കേന്ദ്രീകരിക്കാൻ ശക്തിയുള്ളവന്റെ സന്നിധിയിൽ നമ്മളൊന്ന് വിട്ടുകൊടുത്ത് ഒന്ന് ഏറ്റു പറഞ്ഞൊന്നിരുന്നാൽ കർത്താവിന് നമ്മളെ സഹായിക്കാൻ സാധിക്കും. ഇന്ന് അനേകർ അനുഭവിക്കുന്ന ഒരു വിഷമമാണ്. ചിലപ്പം പ്രാർത്ഥിക്കാൻ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി 1 മണിക്കൂർ പ്രാർത്ഥിക്കാനിരിക്കും, പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് 1 മണിക്കൂർ ആയതുപോലെ തോന്നും. എന്നിട്ട് ക്ലോക്കെ നോക്കുമ്പോൾ കർത്താവ് ഇത് 1 മണിക്കൂറൊന്നും ആയില്ലല്ലോ, അയ്യോ 10 മിനിറ്റേ ആയുള്ളൂ, അല്ലെ? ചിലപ്പം സമയം അങ്ങോട്ട് നീങ്ങത്തില്ല. 1 മണിക്കൂർ ഒരു ദിവസം പോലെ അങ്ങ് തോന്നും. ഓ, ഡിസ്ട്രാക്ഷൻ, അതാണ് നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കളയുന്ന ഡിസ്ട്രാക്റ്റീവ് ഫോഴ്സസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ന് ദൈവസന്നിധിയിൽ കേന്ദ്രീകരിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരൊക്കെ ഇന്ന് ആ ബലഹീനതയെ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കർത്താവിനോട് പറഞ്ഞു, ഇനി എനിക്കത് വേണ്ട കർത്താവേ, എനിക്ക് ശ്രദ്ധയോടെ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് അങ്ങനത്തെ ഇത് വേണ്ട, എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആവണ്ട, എനിക്ക് ദൈവസന്നിധിയിൽ ഏക ചിന്തയോടെ എനിക്കിരിക്കണം. എത്ര നല്ലൊരു അനുഭവമാണെന്നറിയോ? ദൈവസന്നിധിയിൽ സമയം പോകുന്നത് അറിയാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ അവൾ ചെയ്തു. അവള് കർത്താവിനോട് ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഇതൊന്നും കാണുന്നില്ലേ? വിഷമം തോന്നുന്നില്ലേ? ഇത് കണ്ടോ? ഞാനുള്ള പണിയെല്ലാം ചെയ്യുമ്പോ മരിയ ദേണ്ട നിന്റെ കാൽക്കൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് കർത്താവ് അവളോട് പറയുക, മരിയെ, നീ എന്തിനാ ഇങ്ങനെ ഭാരപ്പെടുന്നത്? നീ വേണ്ടാത്തതിനെ ഒക്കെ, മാർത്തേ നീ എന്തിനാ ഇങ്ങനെ ഈ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത് നീ ഭാരപ്പെടുന്നത്? നീ ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഹല്ലേലൂയ. മരിയ ചെയ്തതുപോലെ എൻ്റെ പാദപീഠത്തിൽ ഇരുന്നാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നു കർത്താവ് ഇവളോട് ഇത് പറയാൻ കാര്യം, ഇവള് പണി ചെയ്തത് കൊണ്ടല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവൾ ആ ദിവസം മൊത്തം അവള് യേശുവിന് സമയം കൊടുക്കാതെ അവൾ ഈ പണിയെല്ലാം ചെയ്തത് കൊണ്ട് കർത്താവ് അവളോട് പറയാൻ കാരണം. അവൾ അതേസമയം നമ്മൾ ഇന്നലെ കേട്ടതുപോലെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി, ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കി, ഇന്ന സമയം കർത്താവിനെന്ന് പറഞ്ഞ് മാറ്റിവെച്ച് അവള് ദൈവസന്നിധിയിൽ ഇരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കർത്താവ് ഇവളോട് ഇങ്ങനെ പറയത്തില്ലായിരുന്നു, പറയാൻ ഇടയാക്കത്തില്ലായിരുന്നു. പക്ഷെ അവള് ദൈവത്തിന് മുൻതൂക്കം കൊടുക്കാതെ, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാതെ അവള് ചടുപിട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോയപ്പം കർത്താവ് അവളോട് ചോദിച്ചു, മാർത്തേ, നീ എന്തിനാ ഈ ചെറിയ 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 കാര്യങ്ങളെ ഓർത്ത് നീ ഇങ്ങനെ നടക്കുന്നേ? മരിയ ചെയ്യുന്നത് കണ്ടുപഠിക്ക്. ഹല്ലേലൂയ. ഫിലിപ്പിയരുടെ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് വരുമ്പോ പൗലോസ് അപ്പോസ്തലൻ പറയുക,
എനിക്ക് കുറെ കഴിവും പാരമ്പര്യമൊക്കെ വിളിച്ചു പറയാ. ഞാൻ 8-ാം ദിവസത്തിൽ എന്നെ സർക്കംസൈസ് ചെയ്തതാണ്. ഞാന് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 പറയുവാണ്. ഫിലിപ്പിയരുടെ ലേഖനം 3:5 താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോ 3-ാം അധ്യായത്തിനകത്ത് ഞാനൊരു യഹൂദനിൽ യഹൂദനും, ഞാന് ബെന്യാമിൻ ഗോത്രത്തിലുള്ളവരും ഫരിശ്യനും, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയാ. എന്നിട്ട് അടുത്ത വാക്യം 7-ാം വാക്യം വന്നപ്പം പറയാ, ഞാൻ ഒരു കാലത്ത് ഓർത്ത് ഇതെല്ലാം വേണമെന്ന്, പക്ഷെ ഇപ്പൊ ഞാൻ ഇതെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണുക. എന്താ അങ്ങനെ പറയാൻ കാരണം? യേശുവിനെ കണ്ടുപിടിച്ചു. ഹല്ലിയ. പരിശുദ്ധാത്മാവ് പൗലോസിന്റെ മേൽ വന്നു. ഇതൊക്കെ വെറുതെ ഇതെല്ലാം ഓടിയതും ഇതിനെയൊക്കെ കാര്യമായിട്ടും പിടിച്ചതുപോലല്ല. യേശു മാത്രമാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞു. ഹല്ലിയ. തിരിച്ചറിഞ്ഞപ്പോ എന്ത് ചെയ്തു? പൗലോസ് അപ്പോസ്തലൻ പറയുക, 8-ാം വാക്യത്തിൽ പറയാം, 3:8, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 8. ഫിലിപ്പിയർ 3:8 യെസ്, എവറിത്തിങ് എൽസ് ഇസ് വർത്ത്ലെസ് when compared with the infinite value of knowing Christ Jesus my Lord. For his sake I have discarded everything else, counting it all as garbage, so that I can gain Christ. കണ്ടോ? ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ളതെല്ലാം ചപ്പും ചവറും എന്ന് എണ്ണി. എനിക്ക് യേശുവിനെ അറിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഹല്ലിയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഇന്ന് യേശു കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിക്കാനെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെക്കാട്ടിലും മുൻതൂക്കം എന്റെ യേശുവിന് കൊടുക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിന് വേണ്ടി ഒരു അല്പസമയം ഒന്ന് കൊടുത്തു നോക്ക്. എത്ര പണി അവിടെ കിടക്കട്ടെ, പക്ഷെ ഞാൻ എൻ്റെ ദൈവസന്നിധി എൻ്റെ കർത്താവിനോട് ഒപ്പം ഞാൻ ഇരുന്നിട്ടേ ഉള്ളൂ ഞാൻ ബാക്കിയെല്ലാം ചെയ്യുന്നത്. യേശു ജീവിതം 360 ഡിഗ്രീസ് മാറ്റും. ഹല്ലിയ. യേശു ജീവിതത്തിനെ കയ്യിലോട്ട് എടുത്തിട്ട് പണിയും. നമുക്ക് ആ പണി കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവം ജീവിതത്തിനെ ഹല്ലിയ രൂപാന്തരപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. സങ്കീർത്തനം 27:4 Psalm 27 verse 4, അതിനകത്ത് സങ്കീർത്തനക്കാരൻ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ഡേവിഡ് ഇങ്ങനെയാ പറയുന്നത്, the one thing I ask of the Lord, the thing I seek most, is to live in the house of the Lord all the days of my life. കണ്ടോ? ഞാൻ ഒറ്റ കാര്യമേ ദൈവസന്നിധിയിൽ ഞാൻ ഉള്ളൂ. എൻ്റെ ജീവിതകാലം മൊത്തം ദൈവസന്നിധിയിൽ വാഴുവാൻ, ദൈവസന്നിധിയിൽ വസിക്കുവാൻ. ഹല്ലിയ. അപ്പന്റെ ഭവനത്തിൽ ഒന്ന് വസിക്കുവാൻ. ഹല്ലിയ. അപ്പന്റെ ഭവനത്തിൽ വസിക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മരിയ അതാ ചെയ്തത്. മരിയ യേശുവിന്റെ പാദപീഠത്തിൽ വന്നിരുന്ന് യേശുവിന്റെ സന്നിധിയിൽ വസിച്ചു. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നില്ല മരിയ ഒന്നും സഹായിച്ചില്ലെന്ന് മാർത്തെ. മരിയ സഹായിച്ചിട്ടുണ്ട്, പക്ഷെ എപ്പോഴാണെന്നറിയോ? അവള് കർത്താവിന് വേണ്ടി മാറ്റി വെച്ച സമയം കഴിഞ്ഞിട്ട് അവള് പോയി സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അവള് ചെയ്ത ജോലി ഒരുപക്ഷെ സ്പീഡിൽ തീർന്നു കാണും. മാർത്ത ഇങ്ങനെ നോക്കി നിന്ന് കാണും. മാർത്ത ഓർത്ത് കാണും, ഇത് കൊള്ളാമല്ലോ, ഞാൻ 8 മണിക്കൂർ കിടന്ന് ഭാരപ്പെട്ടത് അവള് വെറും 1 മണിക്കൂറും കൊണ്ട് ചെയ്തു തീർത്തല്ലോ എന്ന്. ഇതാണ് കർത്താവിന് വേണ്ടി സമയവും ആരോഗ്യവും എല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സംഭവമായത്. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി നമ്മൾ മുഖ്യ ഭാഗം മാറ്റിവെച്ചിട്ട് എത്ര പണി കിടന്നാലും, ഹല്ലേലൂയ, ഞാൻ ഇത്ര സമയം ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കും, ഞാൻ കർത്താവിനോടൊപ്പം ഇരിക്കും, തോന്നുമ്പോഴൊന്നുമല്ല. നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ അതിനനുസരിച്ചൊന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കുറ്റബോധം കയറി തലയ്ക്കകത്തൊന്നും മറിയല്ലേ, ഇരിക്കണം. ചിലപ്പോൾ ഞാൻ 3 തൊട്ട് 4 വരെയും ഇരിക്കാം എന്നാ ഏറ്റത്, പക്ഷെ ആ 3 തൊട്ട് 4 വരെ എന്തോ ബുദ്ധിമുട്ട് വന്നു. ഓക്കെ, നോ പ്രോബ്ലം. 5 മണിക്ക് ഫ്രീ ആയോ? 5 തൊട്ട് 6 വരെയും ഇരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനോട് കർത്താവിന് കൊടുക്കേണ്ട ആ സമയം ഒന്ന് കൊടുത്തേ. ഹല്ലേലൂയ. ബാക്കി എല്ലാം എളുപ്പം നടക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയും, നിങ്ങൾ 5 മണിക്കൂർ ഒന്നും ഇരുന്ന് നിങ്ങൾ പഠിക്കല്ലേ, നിങ്ങൾ അങ്ങനെ പഠിക്കില്ല. നിങ്ങൾ ഒരു മണിക്കൂർ ഒന്ന് കർത്താവിന് വേണ്ടിയൊക്കെ ഒന്ന് പാട്ട് പാടി വചനം വായിച്ചൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ മറ്റു പിള്ളേര് 8 മണിക്കൂർ എടുത്ത് പഠിക്കുന്നതൊക്കെ നിങ്ങൾ അരമണിക്കൂറും കൊണ്ട് നിങ്ങളുടെ തലയ്ക്കകത്ത് കയറും. അവരങ്ങനെ ശ്രമിക്കാറുമുണ്ട്, അങ്ങനെ ചെയ്യാറുമുണ്ട്. ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. നമ്മള് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നമ്മുടെ ജീവിത പങ്കാളിയോട് പറയണം, നമ്മൾ ചെയ്യണം, നമ്മുടെ കുടുംബത്തിനകത്തുള്ളവരോട് പറയണം, നമ്മൾ മുൻതൂക്കം കൊടുക്കണം കർത്താവിന്. ഹല്ലേലൂയ. മാർത്ത മുൻതൂക്കം കൊടുത്തില്ലെന്നല്ല,
പക്ഷെ അവളെ ലോകം വിഴുങ്ങി. ഹല്ലേലൂയ. അതേസമയം മരിയ പറഞ്ഞു, ഒരു മിനിറ്റ് അവിടെ നിൽക്കട്ടെ, എന്റെ കർത്താവിനോടൊപ്പം ഞാൻ ഇരുന്നിട്ടേ ബാക്കി ഞാൻ ചെയ്യത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് പറയാം, കർത്താവേ എനിക്ക് നല്ല അംശം മതി. ഹല്ലേലൂയ. മരിയ ചെയ്തതുപോലെ എനിക്ക് നല്ല അംശം തെരഞ്ഞെടുത്താൽ മതി. യേശു കർത്താവ് പറഞ്ഞു, മാർത്തേ, വെറുതെ നീ ഭാരപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല. നീ എന്നോട് വന്ന് മരിയ ഇതൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മരിയ ചെയ്തത് ഏറ്റവും നല്ല കാര്യം. മരിയ ചെയ്യുന്നത് അവളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകത്തില്ല. എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, കൃത്യനിഷ്ഠയായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കും എന്ന് പറഞ്ഞ് ഒന്ന് സമയം കണ്ടുപിടിച്ചൊന്ന് ഇരുന്നേ, ആ സമയത്തൊന്ന് ഇരുന്നേ, കർത്താവ് പെതുക്കെ 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 മറ്റുള്ളതെല്ലാം സ്വസ്ഥമാക്കി തരും. നമ്മൾ ആഗ്രഹിക്കുന്ന ആ സമയത്തിന് കർത്താവിനോടൊപ്പം ഇരിക്കുവാനായിട്ട് ദൈവം സാഹചര്യം ഉണ്ടാക്കി തരും. ഉറപ്പാ. ഹല്ലേലൂയ. പെതുക്കെ പെതുക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് കാണാൻ തുടങ്ങും. ദൈവം ബാക്കി കാറ്റിനെയും കോളിനെയും എല്ലാം ഒതുക്കും, അടിക്കും ചിട്ടയും ആക്കി തരും. പിന്നെ നമ്മൾ അവിടെ പരിശ്രമിക്കേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവ് നമുക്ക് ഒരുക്കി തരും. ഹല്ലേലൂയ. യേശു നല്ലവനാ. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ, എനിക്ക് ലോകത്തിലെ മറ്റൊന്നും വേണ്ട, എനിക്ക് യേശു മാത്രം മതി. ഹല്ലേലൂയ. നമ്മൾ പാടത്തില്ലേ, യേശു മാത്രം മതി, യേശു മാത്രം മതി എന്ന്. നമ്മുടെ ജൽപ്പനമായി തീരല്ലേ, വെറുതെ ശബ്ദം കേൾക്കുവാനും ഒക്കെ ആയി തീരല്ലേ. ഹല്ലേലൂയ. ഇന്ന് ആ പാട്ടിന്റെ വരികൾ പാടുമ്പം തീർച്ചയായിട്ടും ആഗ്രഹിക്കണം, എൻ്റെ എത്ര ജോലി കിടന്നാലും എന്തൊക്കെ കിടന്നാലും ഞാൻ യേശുവുമായിട്ട് ഇരിക്കാമ് എന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടോ, ഞാൻ ഇരിക്കും. ഹല്ലേലൂയ. പെതുക്കെ ചുറ്റിനുമുള്ള കാറ്റും കോളും അടങ്ങുന്നത് കാണാൻ സാധിക്കും. ജീവിതം സ്വസ്ഥമാക്കും. വലിയ വാക്യമൊക്കെ വിളിച്ചു പറയത്തില്ലേ, എനിക്ക് എൻ്റെ ശത്രുക്കളിൽ നിന്ന് കർത്താവ് സമാധാനം തന്നിരിക്കുന്നു എന്നൊക്കെ വിളിച്ചു പറയത്തില്ലേ. അല്ലെ, എന്നിട്ടും സമാധാനം ഒന്നും കാണുന്നില്ലല്ലോ. എന്നാ ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക്. എന്ത് കിടന്നാലും ഞാൻ ഈ സമയത്ത് ഞാൻ ഇരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് സ്വസ്ഥത തരുന്നത് കാണാൻ സാധിക്കും. എൻ്റെ യേശുവെ, പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി പല ചിന്തകളാൽ ഭാരപ്പെട്ടു പോകുന്നവര്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ 100 കൂട്ടം ചിന്തകൾ കയറി കാട് കയറുന്ന ഒന്ന്. 2, സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഭാരപ്പെടുന്നവര്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് തീരുമാനമെടുക്കാൻ സഹായിക്കണം ദൈവസന്നിധിയില്. അല്പസമയം മനഃപൂർവ്വമായി മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാൻ അങ്ങ് പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തണം കർത്താവെ. ഹല്ലേലൂയ. ആ ഡിസ്ട്രാക്ഷൻ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ചിലവര് പറയും, ഡിസ്ട്രാക്ഷൻസ് അല്ല സഹോദരി, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ശൂന്യതയാകത്ത്, ഒന്നും കിട്ടുന്നില്ല, വാക്കും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, വെറും ഒരു ശൂന്യത. കർത്താവേ, ആ ശൂന്യത പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവ് അങ്ങയുടെ ജനത്തിനെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കണം, ബലപ്പെടുത്തണം. മരിയ തെരഞ്ഞെടുത്തതുപോലെ ആ നല്ല അംശം തെരഞ്ഞെടുക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം.